ഹരിശ്രീ അശോകൻ അവിടെ വരികയാണ്. ഹരിശ്രീ അശോകനൊക്കെ സലീം കുമാറുമായി ബന്ധപ്പെട്ട ഓർമ്മകളുടെ ഒരു കടലിരമ്പം ഇപ്പോഴെന്തായാലും ഉണ്ടാവില്ലേ? ഒരുപാട് കടലിരമ്പം ഉണ്ടാവും. നേരത്തെ സുരേഷ് ഗോപി വന്നപ്പോൾ പറയുന്നത് തെങ്കാശി പട്ടണത്തിൽ യഥാർത്ഥത്തിൽ അത് എന്താണ് ഹരിശ്രീ അശോകന് വേണ്ടിയുള്ളൊരു വേഷമായിരുന്നു. അപ്പോൾ അന്ന് ഹരിശ്രീ അശോകൻ തിരക്കിലാണ്. അങ്ങനെയാണ് സത്യമേവ ജയതേ എന്നുള്ള പഴയ സിനിമയുടെ അനുഭവം വെച്ച് സുരേഷ് ഗോപി റെഫർ ചെയ്യുന്നത് ഏതിലേക്ക്, ഈ തെങ്കാശി പട്ടണത്തിലേക്ക്. പിന്നെ ആ കിട്ടിയ റോൾ ഒരുപക്ഷെ ഹരിശ്രീ അശോകന് പകരക്കാരനായി വന്നതാണ്. പക്ഷെ കിട്ടിയ റോൾ അതിമനോഹരമാക്കുകയും ആ സിനിമ ഏത് രീതിയിൽ തിയേറ്ററുകളിൽ ഓടി, ഏതൊക്കെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു, അതിൽ സലീം കുമാർ അഭിനയത്തിനും ഒരു പങ്കുണ്ട് എന്ന കാര്യമൊക്കെ മലയാളത്തിനറിയാം. അങ്ങനെ എത്ര സിനിമകൾ, ഇപ്പോൾ തെങ്കാശി പട്ടണമാവട്ടെ, കല്യാണരാമനാവട്ടെ, പുലിവാൽ കല്യാണമാവട്ടെ, തിളക്കമാവട്ടെ, ചതിക്കാത്ത ജന്തു ആവട്ടെ, പാണ്ടിപ്പട, മഴത്തുള്ളിക്കിലുക്കമാവട്ടെ, പിന്നെ മീശമാധവൻ പറയുന്നത് മീശമാധവനാവട്ടെ, CID മൂസ, മായാവിയിലെ കണ്ണൻ സ്രാങ്ക്, അനേകം ചിത്രങ്ങൾ. അത് കഴിയുമ്പോൾ ആ എപ്പിസോഡ് കഴിയുമ്പോൾ പിന്നെ അടുത്ത് വരുന്ന ഏതൊക്കെയാണ്? അടുത്ത് വരുന്നത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ആദാമിൻ്റെ മകൻ അബു ഉണ്ട്, അച്ഛനുറങ്ങാത്ത വീടുണ്ട്, കറുത്ത ജൂതനുണ്ട്. അങ്ങനെ സീരിയസ് കഥാപാത്രങ്ങളുടെ നമ്മുടെ ഉള്ളിൽ വെച്ച മനുഷ്യ ജീവിതങ്ങളുടെ വല്ലാത്ത വ്യാകുലതകൾ, യാതനകൾ അതേ തീവ്രതയോടുകൂടി അഭ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ഒരുപടി കഥാപാത്രങ്ങൾ വേറെ. ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് മണിക്കൂറിൽ പോകുന്നു. മണവാളൻ അതിലുണ്ട്, അതിൽ പ്യാരിയുണ്ട്, അതിൽ നേരത്തെ മുഖത്തധികം പൗഡർ പൂശിയ ഡാൻസർ വിക്രമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ഡയലോഗുകളെ പോലെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നേരത്തെ ഒരു പ്രേക്ഷകൻ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് സലീം കുമാറിൻ്റെ ഡയലോഗുകൾ പഴഞ്ചൊല്ലുകൾ പോലെയാണ്, അത് മറക്കില്ല, അതെല്ലാ കാലവും പ്രസക്തമായി നിൽക്കുമെന്നുള്ള കാര്യം. അക്ഷരാർത്ഥത്തിൽ അതിലൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. ആ ഫിലോസഫി നമ്മുടെ നിത്യജീവിതത്തെ നേർക്കുനേർ ബാധിക്കുന്ന, ബന്ധിക്കുന്ന ഫിലോസഫി. അതുകൊണ്ടാണ് തമാശയാണെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ വർത്തമാനങ്ങളിൽ ആ ഡയലോഗുകൾ ഇടയ്ക്കിടെ അബോധത്തിൽ പോലും കയറി വരുന്നത്. ആ മഹാനടന് നാട് യാത്രാമൊഴി നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.